ഈ ഒരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർത്തിട്ട് ബീഫും കൂർക്കയും ഉണ്ടാക്കിയ പിന്നെ നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത്രയും ടേസ്റ്റിയാണ്, എന്നാൽ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതിനായിട്ട് ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നല്ല ബോൺലെസ് ആയിട്ടുള്ള 1/2 കിലോ ബീഫിൻ്റെ പീസസിലേക്ക് ഇത്രയും മസാലകൾ ചേർത്ത് മിക്സ് ചെയ്യാൻ കേട്ടോ. എല്ലാ ചേരുവകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം പാകത്തിന് വെള്ളവും ഒഴിച്ചിട്ട് കുക്കറിൽ അടച്ച് വേവിക്കാൻ വെക്കണം. ഇതേ സമയം തന്നെ നമുക്ക് കൂർക്ക കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച ശേഷം തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ കയ്യിൽ കറയൊന്നും പിടിക്കാതെ ഈസി ആയിട്ട് കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാം. ഇത് വെന്ത് പോകുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് വറ്റൽമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും കാര്യങ്ങൾ വേണം. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പിന്നെ കുറച്ച് തേങ്ങാ കൊത്ത് വേണം. ഇത് ഓപ്ഷണലാണ്, പക്ഷെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങാ കൊത്തിട്ട് നല്ലപോലെ മൂപ്പിക്കുക. ഇതിങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി. അതിനുശേഷം ചതച്ചു വെച്ച മിശ്രിതം അതിലേക്ക് ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇത് നല്ലപോലെ ഇങ്ങനെ മൂത്ത് വരുന്ന വരെ ഇളക്കിയെടുക്കണേ. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചാറോടുകൂടി തന്നെ ചേർക്കുക. ഒപ്പം കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച കൂർക്കയും ചേർക്കാം. ഈ കൂർക്ക അധികം വെന്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ബീഫിൻ്റെ ഗ്രേവിയിൽ കിടന്നിട്ട് കൂർക്ക വെന്തോളും. ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് വേവിക്കാം. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം മുഴുവനും വറ്റി വരണം കേട്ടോ, എന്നാൽ കൂർക്ക നന്നായിട്ട് വേവും വേണം. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. എല്ലാവരും കൂർക്കയും ബീഫും ഉണ്ടാക്കുന്നവരാവും, പക്ഷേ ഇതുപോലെ ഉണ്ടാക്കുന്നവരാരും ഉണ്ടാവില്ല, ഉറപ്പാണ്. ഈ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നറിയോ? ഇതാണ് ചില്ലി ഓയിൽ. ഈസ്റ്റ് ആൻഡ് സൗതേൺ ഏഷ്യൻ ക്യൂസിൻസിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. മെയിനായിട്ട് ചൈനക്കാരാണിത് യൂസ് ചെയ്യുന്നെങ്കിലും ജപ്പാൻ, കൊറിയൻ, തായ് ഫുഡുകളിലൊക്കെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവും. ഇതുണ്ടാക്കാനും വളരെ ഈസിയാണ്. ഒരു ബൗളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ചില്ലി പൗഡറും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കുക, അല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി വേണമെങ്കിൽ ചോപ്പ് ചെയ്തിട്ടും ചേർക്കാം കേട്ടോ. ഇതെല്ലാം മൂത്ത് നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ ഈ എണ്ണയോട് കൂടിയിട്ട് നമ്മൾ ഈ വെളുത്തുള്ളി മുഴുവനും നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ചില്ലി പൗഡർ മിക്സിലേക്ക് ചേർക്കുക. ഇത് നല്ലപോലെ പിന്നെ ഇളക്കി കൊടുക്കണേ. ഇതിങ്ങനെ കളർ മാറി വരും കേട്ടോ. ആദ്യം നല്ലൊരു റെഡ് കളറായിരുന്നില്ലേ, പിന്നെ ഒരു ഡാർക്ക് റെഡ് കളറിലേക്ക് മാറും. നന്നായി തണുത്ത ശേഷം ഒരു ചില്ല് കുപ്പിയിലേക്ക് മാറ്റാം. എന്നിട്ട് സൂക്ഷിക്കാം. ഇത് കുറേ കാലം അങ്ങനെ കേടാവാതെ ഇരിക്കും. അങ്ങനെ കുറേ കാലമൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വിഭവങ്ങളിലൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം, മെഴുക്കുപുരട്ടി ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ ഞാനിതാ ബീഫും കൂർക്കയിലാണ് യൂസ് ചെയ്യുന്നത്. സംഭവം ഈസ്റ്റ് ആൻഡ് സൗതേൺ ക്യൂസിൻസിലെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും നമുക്ക് എന്തുകൊണ്ട് കേരളത്തിൻ്റെ ട്രഡീഷണൽ ഒരു ഐറ്റത്തിൽ യൂസ് ചെയ്തുകൂടാ? സൺഫ്ലവർ ഓയിലിൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കൊരു കേരള ടച്ച് ടേസ്റ്റ് തന്നെ ഇതിന് വരുന്നുണ്ട്. ഇനി സെസ്മി ഓയിൽ അഥവാ നല്ലെണ്ണയിൽ യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ ടേസ്റ്റ് ചിലപ്പോൾ മാറും കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് കുറച്ചുകൂടി ബെസ്റ്റ് നമ്മുടെ ടേസ്റ്റിന്. അങ്ങനെ ചില്ലി ഓയിലും ചേർത്ത് നല്ല റോസ്റ്റ് ചെയ്തെടുത്ത നമ്മുടെ ബീഫും കൂർക്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ തേങ്ങാക്കൊത്തിലൊക്കെ നല്ലപോലെ ഗ്രേവി പിടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിതാ ഇങ്ങനെയാണ് ഇഷ്ടം. അതായത് നമ്മുടെ ആ ഒരു ഉണ്ടാക്കിയ ചട്ടിയില്ലേ, അതിൻ്റെ ലാസ്റ്റ് പോർഷൻ എത്തുമ്പോൾ അതിലേക്ക് കുറച്ച് ചോറിടുക. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കുഴച്ച് ഉരുട്ടി കഴിക്കുക. ഇതിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ ഉരുള കൊടുക്കുക ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ആ ടേസ്റ്റ് അനുഭവിക്കാൻ പറ്റുമല്ലോ. എന്തായാലും ഈ ചില്ലി ഓയിൽ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയൊരു ഓയിലാണ്. നമുക്ക് മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജിൽ ഇത് ചേർത്ത് ഇളക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ.
നിങ്ങളെല്ലാവരും ഒന്ന് ചില്ലി ഓയിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ. നമ്മുടെ ചൈനീസ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ അത് ഓരോ സ്പൂണ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും, നല്ല ഫ്ലേവർഫുള്ളാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ. എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.